സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ മറ്റന്നാൾ മുതൽ സമരത്തിലേക്ക്. യുവനെയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാനത്തെ 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ പങ്കെടുക്കും. അഖില നന്ദകുമാറാണ് ചേരുന്നത്. അഖില, ഡോക്ടർമാരുടെ സമരം, ഇപ്പോൾ നഴ്സുമാരും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ആദ്യത്തെ തവണയുമല്ല. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? നന്ദ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ മറ്റന്നാൾ സമ്പൂർണ്ണ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിനിമം വേജസ് പ്രകാരമുള്ള വേതനം നൽകണമെന്ന് അവർ പതിറ്റാണ്ടുകളായി സമരത്തിലാണ്. 8 വർഷം മുൻപ് അവർക്ക് അനുകൂലമായി തന്നെ ഉത്തരവും ഇറങ്ങിയിരുന്നതാണ്. സർക്കാർ പ്രഖ്യാപനവും വന്നു. പക്ഷെ അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ഘട്ടം ഘട്ടമായി ഈ തുക കൂട്ടുമെന്നൊരു പ്രഖ്യാപനമാണ് മാറി മാറി സർക്കാരുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോഴും നടപ്പിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ മിനിമം വേജസ് പ്രകാരമുള്ള വേതനം എല്ലാ നഴ്സുമാർക്ക് നൽകണമെന്നൊരു ആവശ്യം ശക്തമാക്കിക്കൊണ്ട് മറ്റന്നാൾ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് ഇപ്പോൾ നഴ്സുമാരുടെ സംഘടന കടന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് 13ഓളം ജില്ലകളിൽ സംഘടനയുള്ള ഒരു UNA എന്ന സംഘടന, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആണ് ഇപ്പോൾ എന്തായാലും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 1500 യൂണിയനുകൾ ഈ UNA ഉണ്ട്. അതുകൊണ്ട് ബാക്കി മേഖല അസംഘടിതരാണ്. എന്നാൽ പോലും പ്രധാനപ്പെട്ട ഇപ്പോൾ കൊച്ചിയിലെയും കണ്ണൂരിലെയും കോഴിക്കോടെ അടക്കം പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളടക്കം UNA ഉണ്ട്. അവിടുത്തെ നൂറുകണക്കിന് നഴ്സുമാരാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം വെന്റിലേറ്ററിലും ഇപ്പോൾ തന്നെ 3 ലക്ഷത്തിലധികം രോഗികൾ സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ അഡ്മിറ്റ് എന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ എല്ലാം വലിയ രീതിയിൽ ആരോഗ്യാവസ്ഥയിൽ സ്തംഭനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം 3 നഴ്സുമാരെ ഈ പണിമുടക്കാതെ തന്നെ ഈ വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രികളിൽ അനുവദിക്കുമെന്നൊരു കാര്യം, അത്തരത്തിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്മേൽ വലിയ സമ്മർദ്ദമാണ് UNA ചെലുത്തുന്നത്. അവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഡിസംബർ 27-നാണ് തൊഴിൽ മന്ത്രി പ്രഖ്യാപിച്ചത് ഈ മിനിമം വേജസ് പ്രകാരമുള്ള വേതനം സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്കും നൽകുമെന്നുള്ള കാര്യം. പക്ഷേ അതിപ്പോഴും നടപ്പിലായിട്ടില്ല. പ്രത്യേക കമ്മിറ്റിയെ വെച്ച് പഠിച്ച ശേഷമാണ് സർക്കാർ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അത് തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ അത് നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപ്പിലായില്ലെങ്കിൽ പിന്നീട് വീണ്ടും മാറി വരുന്ന സർക്കാർ ഇത് വീണ്ടും പുനർവിചിന്തനം നടത്തിയ ശേഷമായിരിക്കും അതിന്റെ ഒരു നടപടിയിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കും മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ച കാര്യം മിനിമം വേജസ് പ്രകാരമുള്ള വേതനം സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ നഴ്സുമാർക്കും നൽകണമെന്ന ഒരു ആവശ്യം ശക്തമാക്കിക്കൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ 490ഓളം ആശുപത്രികളിൽ വലിയ ആരോഗ്യാവസ്ഥ സ്തംഭനത്തിലായി പോകും. വലിയ രോഗികൾക്കെല്ലാം അവർക്ക് സേവനം നൽകാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. ഈ സ്വകാര്യ മേഖലയിലെ ഇപ്പോൾ നമുക്കറിയാം സർക്കാർ മേഖലയിൽ തന്നെ വലിയ രീതിയിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഡോക്ടർമാരടക്കം കടന്ന ദിവസങ്ങളാണ്. അതിനിടയിലാണ് സ്വകാര്യ മേഖലയിലും ഭരണസ്തംഭനം ഇനി നഴ്സുമാരുടെ പണിമുടക്കൂടെ വന്നു ചേരുക. സ്വകാര്യ മേഖലയിലെ നഴ്സുമാരും